ഞാൻ ശിലാ സന്തോഷ്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പൊരളിമല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിനൊരു ഒത്തിരി വലിയ പ്രത്യേകതയുണ്ട്. മരുന്നുകൾ ഒത്തിരിയുള്ളൊരു മലയാണിവിടെ. ഈ മലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മുത്തപ്പൻ ഇവിടുന്നാണ് പഴശ്ശിനിക്കടവിലേക്ക് പോയത്. അപ്പം മുത്തപ്പൻ്റെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട്. കൂടാതെ മുത്തപ്പൻ്റെ പൂജകൾ, പ്രത്യേക രീതിയിലുള്ള പൂജകളും ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ. ഇവിടുത്തെ കിണറിന് പോലും പ്രത്യേകതയുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഹൈറ്റ് പോലും 2800 അടി ഹൈറ്റാണ് ഇവിടെ. ഈ 2800 അടി ഹൈറ്റിൽ എല്ലാ സ്ഥലത്തും ഒരു 2 തൊടി 3 തൊടി ആകുമ്പോഴേ വെള്ളമുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് ഇവിടുത്തെ കിണർ നമുക്ക് കാണാൻ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ക്ഷേത്രം പണിതിരിക്കുന്നത് വെട്ടുകല്ലിലാണ്. വെട്ടുകല്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കണ്ണൂർ കല്ലിനെ കുറിച്ച് അറിയാമല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ അടൂർ, പത്തനംതിട്ട ഏരിയയിലൊക്കെ ഈ കണ്ണൂരുള്ള വെട്ടുകല്ലാണ് അവിടെ വരുന്നത്. ഇത് പക്ഷേ അതിൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള കല്ലാണ്. നല്ല ഇരുമ്പിൻ്റെ കൂട്ടുള്ള കല്ലാണ്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ചുറ്റും പണിതിരിക്കുന്നത് അങ്ങനെയുള്ള കല്ലാണ്. ഇതിൽ ഡിസൈനൊക്കെ ഇവിടെ കൊത്താറുണ്ട്. ഫുള്ള് ആർട്ട് വർക്കായിട്ടും അല്ലെങ്കിൽ ശില്പങ്ങളും ഒക്കെ ഈ കല്ലിൽ തന്നെ ഇവിടെ കൊത്താറുണ്ട്. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കിണർ. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 2800 അടി ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഉള്ളൊരു കിണറാണ്. ഇത് കെട്ടിക്കൊണ്ടാണ് നമുക്ക് ഇച്ചിരി ഹൈറ്റ് തോന്നുന്നത്. ഇത് ഏകദേശം ഒരു 3 തൊടിയേ ഉള്ളൂ. 3 തൊടിക്കകത്തുള്ള വെള്ളം. ഇതിൻ്റെ മുകളിൽ വെള്ളം, എപ്പോഴും വെള്ളമുണ്ട്. എത്ര ഉണക്കത്തും ഇവിടെ വെള്ളമുണ്ട്. പൂജ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് വിളവെടുപ്പിൻ്റെയാണ്. ഇത് നടുമ്പോഴും ഇതുപോലെ തന്നെ അവർ പൂജ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് വിളവെടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതൊരു കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടാണ് ഈ കറ്റയടിച്ച് നെല്ലാക്കി എടുക്കുന്നത്. ഇത് മുത്തപ്പൻ്റെ പൂജ കഴിഞ്ഞിട്ടുള്ള പ്രസാദമായിരുന്നു. ഈ പ്രസാദത്തിനകത്ത് ഇത് നമ്മുടെ തേങ്ങാപ്പുള്, തേങ്ങ
ഇത് അവലായത്. ഇത് ഉണക്കമീനാണ്. മുത്തപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസാദത്തിൽ ഒന്നാണിത്. ഇത് ഇപ്പം കറ്റയടിയെല്ലാം കഴിഞ്ഞ് നമുക്ക് പ്രസാദം എല്ലാവരും ഇത് കഴിക്കും. ക്ഷേത്രത്തിൽ പോയാലും ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ കള്ളും അതുപോലെ തന്നെ ഒഴിച്ചു വെച്ചത്. നമ്മുടെ ഈ മുത്തപ്പൻ്റെ മലയുടെ ഒരു വലിയ പ്രത്യേകതയാണ് നിങ്ങൾ ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടോ? ഈ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇത് മോട്ടർ വെച്ചിട്ട് വെള്ളം വീഴുവാണെന്ന്. ഒരിക്കലുമല്ല. ഇത് കുഴൽക്കിണർ അടിച്ച സമയത്ത് അതിൽ നിന്ന് മേപ്പോട്ട് വരുന്ന വെള്ളമാണ്. ഇത് അടിക്കുന്ന സമയത്ത് അന്ന് വെള്ളം ആദ്യമായിട്ട് വന്നത് ഏകദേശം ഒരു 10, 12, 13 അടിയോളം ഹൈറ്റിലായിരുന്നു ഈ വെള്ളം കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 4 വർഷത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇതുവരെ ഈ വെള്ളം ഇതേപോലെ വന്നുകൊണ്ടിരിക്കുക, ഒരു മാറ്റവും ഇല്ല. 4 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ മോട്ടറിൻ്റെ സഹായമോ ഒരു കാര്യവും ഇല്ലാതെ തന്നെ നമുക്ക് വെള്ളം കിട്ടും. ഇതൊരു മഹാ അത്ഭുതമാണ്. ഈ വെള്ളം കൊണ്ട് ഏകദേശം ഒരു 10-100 കുടുംബങ്ങൾ ഈ വെള്ളം കൊണ്ട് മാത്രമാണ് കഴിയുന്നത്. ഇത് താഴോട്ടാണ് പോകുന്നത്. ഇത് താഴെ പൈപ്പ് വഴി താഴെ ചെന്ന് പല വീടുകളിലും ഈ വെള്ളം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ അത്ഭുതമാണിത്. ഇത് മുത്തപ്പൻ്റെ മലയാണ്. അപ്പം ഇതേപോലുള്ള അത്ഭുതങ്ങളാണ് ഈ മലയിലുള്ളത്. നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ടല്ലോ. വളരെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ്. ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ആ കിണറും നമ്മുടെ ക്ഷേത്രവും അത് കണ്ണൂർ ജില്ലയുടെയൊക്കെ ഒരു വലിയ പ്രത്യേകതയാണ്. കാരണം പ്രകൃതിയെ അടുത്തറിഞ്ഞ് ജീവിക്കുന്നവരാണ്. പ്രകൃതിയെ ഇപ്പോഴും അവർ കൃഷി ചെയ്താലോ അല്ലെങ്കിൽ കൃഷി ഇറക്കിയാലോ അല്ലാതായാലും കൃത്യമായിട്ട് മുത്തപ്പൻ ഇതുപോലെ തന്നെ എല്ലാം കാഴ്ച വെച്ചതിന് ശേഷമാണ് അവർ ചെയ്യുന്നത്. കാരണം പ്രകൃതിയോടുള്ള ഒരു ബന്ധമാണ്. അതാണ് ഒരു നല്ല കൃഷിക്കാരൻ അല്ലെങ്കിൽ കൃഷിക്കാരൻ, ആ ഒരു സമൂഹം. കണ്ണൂർ ജില്ലയുടെ വലിയ പ്രത്യേകത അതൊക്കെ തന്നെയാണ്. തെയ്യവും അതുപോലെ തന്നെ കോലവും. തെയ്യങ്ങൾ തന്നെ നമുക്ക് കേട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ വലിയ തെയ്യങ്ങളാണുള്ളത്. അപ്പോൾ ഇതേപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ മാക്സിമം എല്ലാവരും ഈ ചാനൽ ഷെയർ ചെയ്യുക. ക്യാമറമാൻ മനുലാലിനോടൊപ്പം ശിലാ സന്തോഷ്.